إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പവിത്രമായ പരിശുദ്ധ ദീൻ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ റിളയും മഹബത്തും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുന്ന പരിശ്രമശാലികളായ സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹം പവിത്രമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആരാധനകളും അനുഷ്ഠാന മുറകളും ആത്മസംസ്കരണവുമൊക്കെ സമ്മേളിക്കുന്ന സംഗമമാണ് ദുൽഹജ്ജ് മാസത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഈ മാസത്തെ അങ്ങേയറ്റത്തെ കരുതലോടെ കണക്കാക്കുകയും കാര്യമാത്രമായ കർമ്മങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കുകയും ചെയ്യണമെന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹിജറ വർഷത്തിലെ അവസാനത്തെ മാസമാണ് ദുൽഹജ്ജ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങളിൽ ജനുവരി ടു ഡിസംബർ എന്ന് പറയുന്നത് പോലെ മുഹറം മുതൽ ദുൽഹജ്ജ് വരെ 12 മാസങ്ങളാണ്. അതിൽ ദുൽഹജ്ജ് മാസമാണ് അവസാനത്തെ മാസം. അവസാനത്തെ മാസത്തിൽ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേതായ പരിശുദ്ധ ഹജ്ജ് കർമ്മം പ്രത്യേകമായി നിർവഹിക്കപ്പെടുകയുമാണ്. ഈ ദുൽഹജ്ജ് മാസത്തെ ഇസ്ലാമിക ഉമ്മത്ത് വിശുദ്ധ റമദാനിന് ശേഷം അങ്ങേയറ്റത്തെ പവിത്രതയോടെയും സൽക്കർമ്മങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓഫറുകൾ അങ്ങേയറ്റത്തെ മാത്സര്യ ബുദ്ധിയോടെ വരുതിയിൽ വരുത്തുന്നതിന് വേണ്ടിയും ശ്രമം നടത്തേണ്ടതുണ്ട്. അള്ളാഹു ആത്മീയമായി അങ്ങനെ ചിന്തിക്കുന്ന അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിലെ 2 സൂക്തങ്ങളാണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, പ്രഭാതം പ്രതീക്ഷയാണ്.
ഓരോ പ്രഭാതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ സാധ്യതകളുമായിട്ടാണ് കടന്നു വരുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മൾ. പ്രഭാതം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും വരാനിരിക്കുകയാണ്. ഐഹികവും പാരത്രികവുമായ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷാ നിർഭരമായ അവസ്ഥയുണ്ടാകണം. അങ്ങനെയെങ്കിൽ അടുത്ത സൂക്തം വലയാലിൻ അശ്ർ, വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തുകയാണ്. എന്താണ് ഇവിടെ 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഫ്സീറുകളിൽ ഹദീസ് അനുസരിച്ച് പറയപ്പെടുന്നു, വല്ലയാലി അൽ അശ്ർ അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ. ദുൽഹജ്ജ് മാസത്തിലെ അല്ലെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ് വലയാലിൻ അശ്ർ എന്ന 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിലെ 2-ാം സൂക്തത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നു. അജ്മഅൽ ഉലമാ, പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുകയാണ്. ഇബ്നു ജരീർ അത്വബരി ധരിക്കുകയാണ്, അല അന്നൽ മുറാദ ബിൽ അശ്രി ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിലെ അൽ മുറാദ് ബിൽ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്ർ ദുൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ അഥവാ നമ്മൾ പ്രവേശിച്ച ഈ മാസത്തിലെ ആദ്യ ഭാഗത്തുള്ള 10 ദിനങ്ങളാണ് എന്ന് പറയാം. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൽ ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്, ഹജ്ജുമായി ബലിയുമായൊക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞ സൂക്തങ്ങളിൽ ഫി അയ്യാമിൻ മഅലൂമാത്ത്, അതെല്ലാം നിർവഹിക്കപ്പെടുന്നത് നിർണയിക്കപ്പെട്ട നിശ്ചിതമായ അതല്ലെങ്കിൽ അറിയപ്പെട്ട ദിനങ്ങളിലാകുന്നു എന്ന്. ആ അറിയപ്പെട്ട ദിനങ്ങളുടെ തഫ്സീറും ഇബ്നു കസീറിൽ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ എന്ന് തന്നെയാണ്. എന്താണ് ഈ 10 ദിനങ്ങൾ ഇത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നതും അതിനുവേണ്ടി എന്തെല്ലാം പ്രത്യേകതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിശ്ചയിച്ചിട്ടുള്ളത്? വമാ ഹിയൽ ഫളായിലു ലിഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിനങ്ങളുടെ ഫളലുകൾ അല്ലാഹു നിശ്ചയിച്ചത് ഹദീസുകളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ദുനിയാവിലെ ഈ ഐഹിക ലോകത്തെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിനങ്ങളെ നിർണയിച്ചിരിക്കുകയാണ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഫ്ളലു അയ്യാമി ദുനിയാ, ഈ ദുനിയാവിലെ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ പെട്ടതാണ് അയ്യാമുൽ അശ്ർ, 10 ദിനങ്ങൾ അഥവാ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾ. നമ്മൾ ആ ഒരു ബോധത്തിൽ, ആ ഒരു കോൺഷ്യസിൽ, ഹദീസുകളുടെ ആ ഒരു വൈജ്ഞാനിക തലത്തിലായിരിക്കണം ഇനി അങ്ങോട്ട് എണ്ണപ്പെട്ട ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത്. എത്ര കാലമാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ദുൽഹജ്ജ് മാസം ഇനിയും നമ്മിലേക്ക്, നമ്മുടെ ആയുസ്സിലേക്ക് കടന്നു വരുമോ എന്ന് പറയാനും നമുക്ക് കഴിയുകയില്ല. ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത ഒരു ലോകമാണിത്. പ്രഭാതത്തിൽ കണ്ടുമുട്ടിയവരെ പ്രദോഷത്തിൽ കണ്ടുമുട്ടാൻ കഴിയാത്ത ലോകമാണിത്. ചലിക്കുന്ന ശരീരം മൃതമായി മാറുവാൻ അത്രമേൽ സമയം ആവശ്യമില്ല എന്ന ഓർമ്മപ്പെടുത്തലുകൾ പലവിധത്തിൽ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി സൽക്കർമ്മങ്ങളുടെ ഏറ്റവും നല്ല അവസരമായി നൽകുന്ന നിമിഷങ്ങളെ, ദിനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഈ ദിനങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾക്കും ഫضലുണ്ട്, മഹത്വമുണ്ട്. അൻ ഇബ്നു അബ്ബാസിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ്, ഈ 10 ദിനങ്ങളിൽ നിർവഹിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, ഫീഹിന്ന, ഈ ദിനങ്ങളിൽ, അഹബ്ബു ഇലല്ലാഹ്, ഈ ദിനങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പടച്ച റബ്ബിലേക്ക് അത്രമേൽ പ്രിയങ്കരമാണ്. മിൻ ആദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിനങ്ങളിലെ കർമ്മങ്ങൾ ഇതര ദിനങ്ങളിൽ നിന്ന് ഈ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇതര മാസങ്ങളെക്കാൾ, ഇതര ദിനങ്ങളെക്കാൾ സവിശേഷമായി സ്വീകരിക്കപ്പെടുന്നു. ഫഖാലു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമുണ്ടല്ലോ, ആ ധർമ്മസമരം ഇതല്ലാത്ത മാസത്തിൽ എപ്പോൾ നിർവഹിച്ചാലും അതിന് വലിയ ഫضലാണ്, വലിയ മഹത്വമാണ്. ഒരാൾ രക്തസാക്ഷിയായി പടച്ചറബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പദവിയും സ്ഥാനവും അതുവഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ആമോദവും കണ്ടവൻ വീണ്ടും പറയുമെന്നാണ് ഹദീസ്. ഒരവസരം കൂടി
ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് രക്തസാക്ഷിത്വം നേടിയെടുത്ത് നിന്റെ സവിധത്തിലേക്ക് എത്താൻ അള്ളാഹുവേ ഒരു ചാൻസ് കൂടി എനിക്ക് നീ നൽകുമോ എന്ന്. അത്രയും പ്രധാനപ്പെട്ട കർമ്മമാണ് ജിഹാദ് എന്ന് പറയുന്നത് ന്യായമായ വിഷയങ്ങളിൽ. ഫഖാലു, അപ്പൊ സഹാബികൾ ചോദിക്കുകയാണ്, അങ്ങനെ ജിഹാദ് ഇതര മാസങ്ങളിൽ ദിവസങ്ങളിൽ നിർവഹിക്കപ്പെടുന്നത് ഈ ദിനങ്ങളിൽ മറ്റൊരു കർമ്മം നിർവഹിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായി തീരുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൽ ജിഹാദ്, ജിഹാദിനേക്കാളും ധർമ്മസമരത്തെക്കാളും പ്രതിഫലം ഈ 10 ദിനങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾക്കുണ്ട് എന്ന് പറയാൻ. പക്ഷേ വലൽ ജിഹാദ്, ഒരു ജിഹാദ് ഉണ്ട് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ട് ധർമ്മസമര ഗോതയിലേക്ക് പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. വമാലിഹി, തന്റെ സമ്പത്തും ത്യജിച്ചിരിക്കുകയാണ്. ഫലം യർജിഅ മിൻ ദാലിക ബിശൈ, സമ്പത്തോ ശരീരമോ ഒന്നും തിരിച്ചു വരാത്ത രൂപത്തിൽ പടച്ച റബ്ബിൽ സമർപ്പിതനായി ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു ജിഹാദുണ്ട്, അതിന് തുല്യാവുകയില്ല എന്നാണ്. അള്ളാഹു അത്തരം കർമ്മം നിർവഹിക്കുന്നവരെ അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ ദിനങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയും ഈ 10 ദിനങ്ങൾക്കിടക്ക് നിർവഹിക്കുന്ന ഇബാദത്തുകൾ ഉമ്മഹാത്തുൽ ഇബാദാത്ത് അഥവാ ആരാധനകളിലെ അനുഷ്ഠാന മുറകളിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ ഈ 10 ദിനങ്ങൾക്കിടക്ക് നിർവഹിക്കപ്പെടാം എന്നും വ്യാഖ്യാനങ്ങൾ കാണുവാൻ. വഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വല്ലദീ യദ്ഹറു അന്ന അസ്സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ, ദിൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾക്ക് ഇത്രമേൽ സവിശേഷത, വ്യതിരിക്തത, വിഭിന്നത, പ്രത്യേകത വരാനുള്ള കാരണം ലിമകാൻ ഇജ്തിമാഇൽ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീ, ആരാധനകളുടെ മാതാക്കൾ ആരാധനകളെല്ലാം സമ്മേളിക്കപ്പെടുന്ന ദിനങ്ങളായി ഇത് മാറിയത് കൊണ്ടാണ്. വഹി അസ്വലാ, നമസ്കാരം ഈ 10 ദിനങ്ങൾക്കിടക്ക് പല വിധത്തിലായി നിർവഹിക്കപ്പെടുന്നുണ്ട്. വസ്സിയാം, നോമ്പുണ്ട്, അറഫ നോമ്പ്. അതേപോലെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ അറഫ നോമ്പടക്കം നിർവഹിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. പ്രവാചകൻ നിർവഹിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ സമ്മേളിച്ച് അനലൈസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് ഇബാദത്തുകളിൽ ആരാധനകളിൽ നോമ്പ് ഉൾപ്പെട്ടത് കൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്ന്. അതല്ലാത്ത കർമ്മങ്ങൾ, നമസ്കാരം, ഫർദ് നമസ്കാരം, സുന്നത്ത് നമസ്കാരം, ഐച്ഛികമായതൊക്കെ നിർവഹിക്കുന്ന നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, പ്രബലമായ അറഫ നോമ്പും അതല്ലാതെയും നിർവഹിക്കുന്ന നോമ്പുകൾ. വസ്സദഖ, ദാനധർമ്മങ്ങൾ, ബലിയായി അതല്ലാത്തതായി ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നു. വൽ ഹജ്ജ്, 5 സ്തംഭങ്ങളിൽ 5-ാമതായ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനും ഈ ദിനങ്ങളിൽ തന്നെയാണ്. അതല്ലാതെ ഈദ് ആഘോഷമുണ്ട്, അറഫ ദിനമുണ്ട്, യൗമുൻ നഹർ ബലിയുടെ ദിനമുണ്ട്. ഇങ്ങനെ പല ദിനങ്ങളാൽ ഏറെ സവിശേഷമായ ഈ ദിനങ്ങളെ അതിൻ്റെ ഒരു അളമത്ത്, അതിൻ്റെ മഹത്വത്തോടുകൂടി പവിത്രതയോടുകൂടി കണക്കാക്കണമെന്നാണ്. ഹജ്ജിന്റെ ദിനങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെ ഈ 10 ദിനങ്ങൾ കിടക്കാണ്. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് ആരംഭിക്കുക. ഇൻഷാ അല്ലാഹ് ആരംഭിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. ഹജ്ജ് ലക്ഷ്യം വെച്ച് അവിടെ സമ്മേളിക്കുന്നവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ നിർവഹണ സാധ്യത സമാധാനപൂർണമായി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിന്റെ തുടക്ക ദിനം യൗമു തർവിയ, ഈ ദുൽഹജ്ജ് ദിനത്തിലെ 8-ാമത്തെ ദിനമാണ്. ദുൽഹജ്ജ് ദിനങ്ങളിലെ യൗമു അറഫ ദുൽഹജ്ജ് 9-ആണ്. യൗമുൻ നഹർ ദുൽഹജ്ജ് 10-ആണെന്നാണ് പെരുന്നാൾ ആഘോഷിക്കുവാറുള്ളത്. അതേപോലെ തന്നെ ദീനിന്റെ പൂർത്തീകരണമായിട്ടുണ്ട് എന്ന ആയത്ത് അവതരിക്കപ്പെട്ടത് ഈ ദിനങ്ങൾക്കിടക്കാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മായിദയിലെ ജൂതനായ മനുഷ്യൻ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്നാണ്. ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിക്കപ്പെട്ടത് എങ്കിൽ ഞങ്ങൾ ആ അവതരിക്കപ്പെട്ട ദിനത്തെ ആഘോഷമാക്കി തീർക്കുമായിരുന്നു, ആ ആയത്ത് കൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു എന്ന് അവർ പറഞ്ഞു എന്നാണ്. അപ്പൊ ദീനിന്റെ പൂർത്തീകരണം ഈ ദിനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പരമാവധി സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ ഏതൊന്നില്ലാതെ ഹദീസുകളിൽ പല വിധത്തിലുള്ള കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉദ്വഹിയ്യത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കഴിഞ്ഞ ഖുത്ബയിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ റമളാൻ നമ്മൾ ആരാധന പൂർണ്ണമാക്കി തീർത്തു. റമളാനിന് ശേഷം ശവ്വാൽ വന്നു, ശവ്വാലിന് ശേഷം ദുൽഖഅദ വന്നു, ദുൽഖഅദക്ക് ശേഷമാണ് ദുൽഹജ്ജിലേക്ക് കടക്കുന്നത്. റമളാനിന് ശേഷമുള്ള ആഫ്റ്റർ റമളാൻ 2 months 2 മാസത്തെ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ അവസ്ഥ നമ്മളൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക, പുനരാലോചനക്ക് വിധേയമാക്കുക.
നമ്മുടെ ധർമ്മനിഷ്ഠ, സദാചാരബോധം, തഖ്വ, അനുഷ്ഠാനമുറകൾ, ആരാധനകൾ, ദിക്ർ, ദുആകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കൽ, മാനിക്കൽ, ഇതിൽ നമ്മളും മക്കളും കുടുംബവും ഒക്കെ ഏതൊക്കെ നിലവാരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുകയും ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഈ 10 ദിനങ്ങളെ വിനയത്തോടെ, വിവേകത്തോടെ, വിശുദ്ധിയോടെ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ഈ പുതിയ കാലത്ത് അത് അത്രമേൽ നമ്മിൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ ത്യാഗം നടത്തുന്നതിന് വേണ്ടി, ശ്രമം നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بهذه الأيام العشر من ذي الحجة وهو الذي أكرمنا بالقرآن وهو الذي أدخلنا إلى الإسلام الصالح الخالد والصلاة والسلام على القائل يا أيها الناس قولوا لا إله إلا الله تفلحوا. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പരമകാരുണികനായ പടച്ച റബ്ബിന്റെ പ്രീതി ലഭിക്കും വിധത്തിൽ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും റബ്ബിന് വിധേയപ്പെടുത്തി വിനയാന്വിതരായി സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കുന്നത് വരെ നിലനിർത്തുന്നവരായി മാറുന്നവരിലും ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ ഒരു അക്കാഡമിക് ഇയറിലേക്ക്, അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കാനിരിക്കുകയാണ്. നമ്മുടെ മക്കൾ പ്രവേശിക്കാനിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസവും അതല്ലെങ്കിൽ ഭൗതിക പഠനവും അതേപോലെ തന്നെ ആത്മീയ പഠനം, ധർമ്മ പഠനം, മതപഠനം, ഇവ രണ്ടുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലാണ് രക്ഷിതാക്കളിൽ പലരും. 2 കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ ശ്രദ്ധയും കരുതലുമൊക്കെ നമുക്കുണ്ടാകണം. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് മതപഠനത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളെ മദ്രസയിലൊക്കെ ചേർത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തി ഏറ്റവും നല്ല മതപഠനം ലഭിക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി അയക്കാറുണ്ട്. പക്ഷെ അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ പക്വതയെത്തി, അതിന് മുമ്പേ നിർവഹിക്കാറുണ്ട്. പക്വതയെത്തിക്കഴിഞ്ഞാൽ മതം നിർബന്ധമായി പിന്നെ ആചരിക്കണം. അതുവരെയുള്ളതൊക്കെ പൊറുക്കപ്പെടും, അതിൻ്റെതായ ഇളവുകളുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയെത്തി, പക്വതയെത്തി, വിവേകമെത്തി മരിക്കുന്നത് വരെ നിർവഹിക്കേണ്ട ആർട്ട് ഓഫ് ലിവിങ്, ജീവിത കലയാണ്, ജീവന കലയാണ് ഇസ്ലാമിക് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്, ഇസ്ലാമിക ആത്മീയ ജീവിതം. അപ്പൊ ഇതിൻ്റെ ദാർശനിക പഠനം, ഫിലോസഫിക്കൽ പഠനം, അതിൻ്റെ ആശയ പഠനം, അതാണ് നമ്മുടെ മക്കൾക്ക് മദ്രസയിൽ നിന്ന് ലഭിക്കുന്നത്. വിശ്വാസം, അനുഷ്ഠാനം, ആചാരം, ധാർമ്മികത, സദാചാരബോധം, വിധിവിലക്കുകൾ, ഖുർആൻ പാരായണം, കർമ്മശാസ്ത്ര മസലകൾ, അനുഷ്ഠാന മുറകൾ, ആചാരങ്ങൾ, ഇങ്ങനെ പല ഇതൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് ലഭിക്കൽ. സ്വഭാവ സംസ്കാര മേഖലകൾ, ഇതിലേക്കൊക്കെയുള്ള ആശയങ്ങൾ ആയത്തുകളുടെയും ഹദീസുകളുടെയും അതേപോലെ തന്നെ പ്രവാചകന്റെയും ഖുലഫാഉ റാഷിദീകളുടെയും സഹാബികളുടെയും ഒക്കെ ചരിത്രത്തിൻ്റെയും വെളിച്ചത്തിൽ കുട്ടികൾ അവർ ഇത് നുകർന്നെടുക്കും. അങ്ങനെയാണ് അവർ പകരുകയും ചെയ്യുക. പക്ഷെ ഇതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ മതപഠനത്തിന് വേണ്ടി മദ്രസയിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മദ്രസയിൽ അവർ പഠിച്ച മതത്തിൻ്റെ നന്മയും മേന്മയും പ്രകാശിതമാക്കുന്ന രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കാൻ ഇസ്ലാമിക ഉമ്മത്തിലെ ഓരോ രക്ഷിതാവിനും അഥവാ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യത ഉണ്ട്. നമ്മുടെ മക്കൾ മദ്രസയിൽ പഠിക്കുന്ന മനോഹരമായ മതം എൻ്റെ ഉമ്മയിലുണ്ട്, എൻ്റെ ഉപ്പയിലുണ്ട്, എൻ്റെ മുതിർന്ന സഹോദരനിലുണ്ട്, സഹോദരിയിലുണ്ട് എന്ന നിലയ്ക്ക് ഇതിന് ആ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ മകൾ എന്നെ പോലെ ദീനുള്ളവനാകണം, എൻ്റെ മകൻ എന്നെ പോലെ അവരുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയണം. ഇങ്ങനെ പറയാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ഒരു ഉമ്മ പറയുക, എൻ്റെ മകൾ എന്നെ പോലെ ആയിക്കഴിഞ്ഞാൽ മതി. അതേപോലെ ഒരു ഉപ്പ പറയുക, എൻ്റെ മകൻ എന്നെ റോൾ മോഡലാക്കിയാൽ മതി. മദ്രസയിൽ നിന്ന് അവർക്ക് പഠിക്കുന്നതിൻ്റെ പ്രായോഗിക നിദർശനം, അതിൻ്റെ പ്രാക്ടിക്കൽ രൂപം, പ്രാക്ടിക്കൽ പിക്ചർ എന്നിലുണ്ട്. എൻ്റെ വിശ്വാസം, എൻ്റെ അഖീദ, എൻ്റെ സ്വഭാവം, എൻ്റെ സംസ്കാരം, എൻ്റെ നമസ്കാര നിഷ്ഠ, എൻ്റെ ഇടപാടുകൾ, ഇതെൻ്റെ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ ഞാനാണ് എന്ന നിലക്ക് പാരന്റിങ് പുതിയ കാലത്ത് നിർവഹിക്കേണ്ട
ആ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. റോൾ മോഡലുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇബ്രാഹിമെ മില്ലത്തിൽ നിന്നൊക്കെ ഇസ്ലാമിക ഉമ്മത്ത് പഠിച്ചെടുക്കേണ്ടത്. നല്ലൊരു പിതാവ് ഇബ്രാഹിം നബി, നല്ലൊരു മാതാവ് ഹാജറ റളിയല്ലാഹു അൻഹ, അങ്ങേയറ്റ സഹനമുള്ള വിനയപ്പെട്ട മകൻ ഇസ്മായിൽ അലിഹിസ്സലാത്തു വസ്സലാം. ആ ചരിത്രത്തിൻ്റെയൊക്കെ ആവർത്തനം ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ SLC+2 റിസൾട്ട് വന്നു. അക്കാഡമിക് ഇയർ ആരംഭിക്കാൻ പോവുകയാണ്. മഴക്കാലമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധയും ഒക്കെ കരുതലൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനി റിസൾട്ട് വന്ന ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ഭൗതികമായി നല്ല നിലയിലേക്ക് എത്തണം എന്നതിൽ ആർക്കും തർക്കമില്ല. അതിലൊക്കെ നമ്മൾ അഭിമാനിക്കണം. രണ്ട് ലോകത്തും നമ്മുടെ മക്കൾ വിജയിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്രസയിലൂടെയും അതല്ലാതെയും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ദീൻ അവർക്ക് നഷ്ടപ്പെടാനും പാടില്ല. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസ കലാലയങ്ങൾ തേടുമ്പോൾ, കോഴ്സുകൾ അന്വേഷിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ മോഡസ്റ്റി, തിയോളജി, നമ്മുടെ ദൈവശാസ്ത്രം, വണ്ണസ് ഓഫ് ഗോഡ്, ഏകദൈവ വിശ്വാസ വിശുദ്ധി, അതിൻ്റെ പ്രാധാന്യം, ഇത് നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പഠനവും കോഴ്സുമായിരിക്കരുത്. വ്യവച്ഛേദിച്ചറിയാനുള്ള കാര്യബോധം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അനുഷ്ഠാന മുറകളൊക്കെ നിർവഹിക്കപ്പെടണം. അതാ പറഞ്ഞത്, പ്രായം കൂടുന്നതിനനുസരിച്ച് ഇസ്ലാമിക ജീവിതത്തോടും ഇസ്ലാമിക വിധിവിലക്കുകളോടും കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസം. ഇപ്പൊ സർക്കാർ തലത്തിൽ പോലും വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ സ്ഥാപനത്തിന്റെ മേലാധികാരികൾക്കും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സർക്കുലർ വന്നിരിക്കുകയാണ്. ഈ പുതിയ അക്കാഡമിക് ഇയർ, ഈ തിങ്കൾ മുതൽ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിൽ 2 ആഴ്ച സിലബസ് ഓറിയന്റഡ് സ്റ്റഡി നിങ്ങൾ നടത്തരുത് എന്നാണ്. കുട്ടികൾക്ക് നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്സും സുവോളജിയും സ്റ്റാർട്ട് ചെയ്യേണ്ട, ഭാഷാ പഠനമൊന്നും നടത്തണ്ട. നിങ്ങൾ കുട്ടികൾക്ക് കൾച്ചർ കൺവേ ചെയ്യണം, ലൈഫ് കൺവിൻസ് ചെയ്യണം, ലൈഫ് അവയർനെസ് കൊടുക്കണം, ജീവിതാവബോധം കൊടുക്കണം, ജീവിത സാക്ഷരത കൊടുക്കണം, മൊറാലിറ്റി, ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കണം. അതാണ്. അപ്പൊ ഈ രൂപത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പോലും പുതിയ കാലത്ത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ സ്പിരിച്വൽ ലൈഫിന്റെ, നമ്മുടെ ഇസ്ലാമിക് പരിപ്രേക്ഷ്യത്തിലുള്ള ആത്മീയ ജീവിതത്തിന്റെ പ്രാധാന്യം എത്രമേൽ വലുതാണ്, അതിന് സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കാലം ആ കോലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഉമ്മാക്ക് നേരെ കത്തിയെടുക്കാതിരിക്കാൻ, അതേപോലെ തന്നെ ജീവിത നൈരാശ്യം ബാധിച്ച് ആത്മഹത്യയിൽ ചെന്ന് അഭയം പ്രാപിക്കാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് നട്ടെല്ല് നിവർത്തി സ്ക്രീനിൽ നിന്നൊക്കെ കാര്യഗൗരവമുള്ള അജണ്ടകളിലേക്ക് നടക്കാൻ, മനുഷ്യരെ മനസ്സിലാക്കാൻ, ഏതൊക്കെ സെമ്മ് തോറ്റാലും ഏതൊക്കെ A+ കുറഞ്ഞു പോയാലും ജീവിതമാകുന്ന പരീക്ഷയിലെ പേപ്പറുകളിൽ സ്വഭാവത്തിലും സംസ്കാരത്തിലും പെരുമാറ്റത്തിലും അയൽപ്പക്ക ബന്ധങ്ങളിലും അതേപോലെ രഹസ്യ പരസ്യ ജീവിതത്തിലെ പേപ്പറുകൾ പരീക്ഷകളിൽ അവർ പരാജയപ്പെടാനും പതറാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കപ്പെടണമെന്നാണ്. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, കുട്ടികളുടെ അഭിരുചി അനുസരിച്ചായിരിക്കണം. അപ്പോൾ കുട്ടികൾ +2 കഴിഞ്ഞു, അപ്പോൾ ജോലി സാധ്യത, അതേപോലെ തന്നെ നമ്മുടെ മക്കൾ അവർ ഏറ്റവും നല്ല സമ്പാദ്യം നേടിയെടുക്കാൻ പറ്റുന്ന കോഴ്സ്, അതൊക്കെ എൻക്വയറി നടത്തും. അതിനനുസരിച്ചുള്ള കോഴ്സുകൾ കൊണ്ടുപോയി പിന്നെ ചേർത്തി കൊടുക്കുകയും ചെയ്യും. സമ്പത്ത് എത്രയായാലും വേണ്ടില്ല എന്ന് വിചാരിക്കും രക്ഷിതാക്കൾ. അങ്ങനെയാ, എൻ്റെ കാലത്തൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എല്ലാ സാധ്യതകളുള്ള കാലാണ്, AI കാലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലാണ്. ഇതൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ അഭിരുചി, അവരുടെ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയും, അവരുടെ ബുദ്ധിതലം, IQ എന്ന് പറയും, ഇന്റലിജന്റ് കോഷ്യന്റ്, എൻ്റെ മകൻ എൻ്റെ മകൾ ഇന്ന കോഴ്സിന് ചേർത്തിക്കഴിഞ്ഞാൽ ആ വിഷയം പഠിച്ചെടുക്കാൻ പാകത്തിലുള്ള സ്കിൽ, കാലിബർ, ബുദ്ധി, ദൈക്ഷണികത, കഴിവ് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം. തുമ്പിയെ കൊണ്ട് കല്ലൊടുപ്പിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് താങ്ങാവുന്ന കോഴ്സിന് പഠിപ്പിക്കുക. രാജസ്ഥാനിലൊക്കെ കോട്ടയിൽ ഇടക്കിടക്ക് ആത്മഹത്യ അങ്ങനെ 1 മാസത്തിൽ 2 എന്ന നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. സ്ട്രെസ് കൊണ്ട് കുട്ടികൾ വിചാരിക്കാത്ത കോഴ്സിന് ചെന്ന് പഠിക്കും, അല്ലെങ്കിൽ പഠിക്കാന്ന് വിചാരിച്ചു ചെല്ലും, പക്ഷെ അവർക്ക് IQ അത്രത്തോളം ഉണ്ടാകൂല. അവിടെ ചെന്ന് മാനസികമായ സ്ട്രെസ്സിലേക്ക് എത്തും, അവസാനം കൗൺസിലിംഗിലേക്ക് മാറ്റേണ്ടി വരും. ഒരു കോഴ്സും അവനെ പൂർത്തിയാക്കണ്ട, ആദ്യം എങ്ങനെയായിരുന്നോ അതിലേക്ക് അവളെ തിരിച്ചു തന്നാൽ മതി എന്ന് സൈക്കാട്രിസ്റ്റിന്റെ കൗൺസിലർ സെന്ററിൽ ചെന്നുകൊണ്ട് വിലപിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ IQ, കോഗ്നിറ്റീവ് ഡൊമൈൻ, ബുദ്ധിതലം, അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള നല്ല കോഴ്സുകൾ സെലക്ഷൻ നടത്തി കൊടുക്കേണ്ട ബാധ്യത കൂടി രക്ഷിതാക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. 4ാമത്തെ കാര്യം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം. ഇപ്പൊ ഈ അടുത്ത് വന്ന റിപ്പോർട്ടിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നവരിൽ ഇന്ത്യയിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ്.
അതുവഴി കടബാധ്യതയിലെത്തി ജപ്തി നോട്ടീസ് വാങ്ങി വെച്ചിട്ടുള്ളതും കേരളത്തിലാണ്. UK കാനഡയിലേക്കും ഇതൊക്കെ നമ്മുടെ മക്കൾ സ്വപ്നം കാണുകയാണ്. രക്ഷിതാവ് അടുത്ത് പറഞ്ഞു, +2 കഴിഞ്ഞ കുട്ടി പറയാ വിദേശത്ത് പോയി UK പോയി പഠിക്കണം എന്നാണ്. അപ്പൊ എന്താ, ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെക്കേണ്ടി വരിക. അപ്പൊ ഇവരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അതൊരു വലിയ ലോകമെന്നാ വിചാരിക്കുന്നതല്ല. അവിടെ ഈ പഠനത്തിന്റെ കൂടെ ജോലി ലഭിക്കാതിരുന്നാൽ, അതിനനുസരിച്ച് കഴിവില്ലാതിരുന്നാൽ, സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളീയ സമൂഹത്തിൽ നിന്ന് പല കുട്ടികളും കുടുംബങ്ങളും എത്തുന്നു എന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുള്ളത്. എന്തിനാണ് ബാങ്കിലേക്ക് പലിശ അടച്ച് 50 ലക്ഷവും 60 ലക്ഷവും 80 ലക്ഷവും 1 crore എടുത്ത് അങ്ങനെ അവസാനം പിന്നെ അതിനനുസരിച്ച് വരുമാനം കിട്ടുന്ന ഒരു ജോലി ലഭിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് അങ്ങനെ നിരാശയിൽ അകപ്പെട്ട് ഒന്നുമല്ലാതായി തീരുന്നതിനേക്കാൾ നല്ലത് സ്വദേശത്തുള്ള പഠനമാണ്. അപ്പൊ ഇതൊക്കെ സാമ്പത്തിക ബാധ്യത വലിയ രൂപത്തിൽ വരുത്തി വെച്ച് അങ്ങനെ ബാധ്യതയിലേക്ക് എത്തി അതുവഴിയും ഇസ്ലാമിക ഉമ്മത്താണെങ്കിൽ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുന്ന ഗതികേട് ഉണ്ടാകാൻ പാടില്ല. പിന്നെ പെൺകുട്ടികളൊക്കെ ഹയർ സ്റ്റഡീസിന് പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, പണ്ടത്തൊക്കെ കാലത്ത് അയൽപ്പക്കത്തേക്ക് പെൺകുട്ടികൾ പോകുമ്പോൾ തന്നെയുള്ള ശ്രദ്ധ ഇന്ന് പല സ്റ്റേറ്റുകളിലേക്ക്, പല ജില്ലകളിലേക്ക്, പല രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പൊ അതിൽ മഹറം വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മുന്നിൽ വെച്ചാലും അതിൽ എക്സ്ക്യൂസ് ഒക്കെ നമ്മൾ തേടുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത ദീന്, അതിൻ്റെ തർബിയത്ത്, ദീനി ബോധം, അവർക്ക് ദുനിയാവും ആഖിറത്തും തിരിച്ചറിഞ്ഞ അവസ്ഥ, ലിറ്ററസി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ രൂപത്തിൽ ഡിസ്റ്റൻസ് ഉള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്. അപ്പോൾ വലിയ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണ്ടതുണ്ട് എന്ന് കാലം പല സംഭവങ്ങളായി നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലതും സംഭവിച്ച് പിന്നീട് സാമ്പത്തികമായിട്ടും അതല്ലെങ്കിൽ മറ്റു നിലക്കുമുള്ള വലിയ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയതിന് ശേഷം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ അതിൻ്റെ മുന്നോടിയായി പ്രീ പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്നിട്ട് റബ്ബിൽ തവക്കുൽ ചെയ്യണം. തവക്കുലും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വിധിവിലക്കുകളും നമ്മുടെ സാധ്യതകളുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ ആസൂത്രണം നടത്തേണ്ടത്. ആ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന, അതിൽ ദീനിന് പ്രയോറിറ്റി കൊടുക്കുന്ന, പരിഗണന കൊടുക്കുന്ന ഉത്ബുദ്ധരായ രക്ഷിതാക്കളിൽ, അങ്ങനെയുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് തരണമേ നാഥ. അള്ളാഹുവെ, പ്രയാസകരമായ പരീക്ഷണ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾക്കിടക്കുണ്ട്. അള്ളാഹു, അവരൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുകയാണ്. അവർക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, അവരുടെയും ഞങ്ങളുടെയും രോഗത്തിന് നീ അറുതി നൽകണമേ റബ്ബേ. ശമനം പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ, അശാന്തി നിറഞ്ഞ ലോകത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സമകാലിക ലോകത്ത് ഫലസ്തീൻ ജനതയാണ്, ഗസയാണ്. ഒരു ഉമ്മയുടെ 10 മക്കളിൽ 9 മക്കൾ നഷ്ടപ്പെട്ട വാർത്ത വായിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ആഴ്ച ജുമാക്ക് പങ്കെടുക്കുന്നത്. ഡോക്ടറാണ് ആ ഉമ്മ, ഭർത്താവും ഡോക്ടർ തന്നെയാണ്. ആ ഭർത്താവിൻ്റെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെ 9 മക്കൾ നഷ്ടപ്പെട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയും മനുഷ്യരെയും പരിചരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന, ശ്രദ്ധിക്കുന്ന, ജീവിതം മാറ്റിവെക്കുന്ന പാവപ്പെട്ട ഒരുപാട് കുടുംബിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസ സമൂഹത്തിന് അതിജീവനം നൽകുമാറാകട്ടെ. അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയാസം, ഈ പരീക്ഷണം, ഈ ദുരന്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അനശ്വരമായ പരലോക ജീവിതത്തിലേക്ക് വലിയ പ്രതീക്ഷയുടെ പാധേയമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, അവർക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ നാഥ. ഈ പോരാട്ടത്തിൻ്റെ നാൾ വഴിയിൽ അന്തിമമായ വിജയം അവർക്ക് നീ എത്തിക്കണമേ നാഥ. അള്ളാഹുവെ, ഇനിയും അവിടെ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കാൻ നീക്കുപോക്കുകൾ നടത്തുന്ന കുതന്ത്രശാലികളുടെ കുതന്ത്രങ്ങളെ നീ തകർക്കണമേ റബ്ബേ. അള്ളാഹുവെ, അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. ഈ പള്ളിയിൽ പങ്കെടുക്കുന്ന, ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സഹോദരിയുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ദിനങ്ങൾക്കിടക്ക് മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പാപമോചനവും കാരുണ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഒന്നുമല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി എല്ലാം നീക്കിവെച്ച ഉമ്മയും ഉപ്പയും പലരുടെയും മാതാപിതാക്കൾ ബർസഖിലാണ്, അനശ്വരമായ ജീവിതത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അനുഗ്രഹീതമായ ബർസഖി ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ വന്നണഞ്ഞ ദുൽഹജ്ജിലെ ആദ്യത്തെ ഈ 10 ദിനങ്ങളെ സൽക്കർമ്മനിരതമായി സഹനത്തോടെ ഉപയോഗപ്പെടുത്തുന്ന ഉൽബുദ്ധരിൽ, മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുയെ, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നിർവഹിക്കേണ്ട ബലിയിൽ ഒരു ഷെയർ കൊണ്ടെങ്കിലും ആ ഇബാദത്തിനോട് നീതി പുലർത്താൻ ദീനീബോധം കാണിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. അള്ളാഹുവേ,
പരിശുദ്ധ ഹജ്ജ് കർമ്മം ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് നീ സാക്ഷാത്കാരം നൽകണമേ നാഥ. സമാധാനത്തോടുകൂടി ഈ വർഷത്തെ ഹജ്ജിന്റെ സംഗമം ഇസ്ലാമിക ഉമ്മത്തിന് പ്രതീക്ഷയുടെ സംഗമമാക്കി തീർക്കണമേ. പരീക്ഷണത്തിൽ അതിജീവനത്തിന്റെ സംഗമമാക്കി തീർക്കണമേ. അള്ളാഹുവെ, ഹജ്ജാജിമാര് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, പ്രാർത്ഥനകൾക്ക് നീ ഇജാബത്ത് നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്